കുറച്ച് ഹാബിറ്റ്സ് ചോദിക്കാം. സാലറി കിട്ടിയ ദിവസം തന്നെ എല്ലാ ഷോപ്പിങ്ങും നടത്തുന്നത്. അതിന് നമുക്കൊരു 10-ൽ 1 മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സാലറി കിട്ടിയ ദിവസം തന്നെ ഒക്കെ കൂടി ചെലവാക്കുന്നത് പിന്നെ നമുക്ക് സേവിങ്സിന് വേണ്ടിയിട്ട് ഒന്നും എടുത്തു വെക്കാൻ ചാൻസ് കുറവാണ്. ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 2 മാർക്കൊക്കെ കൊടുക്കാം. ഹൈലി റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ക്രെഡിറ്റ് കാർഡ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാതെ മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി നിങ്ങളൊരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് എത്തിക്കാൻ ചാൻസ് കൂടുതലാണ്. ഫ്രണ്ട്സിന്റെ സജഷൻ കേട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2 മാർക്ക് കൊടുക്കാം. ഫ്രണ്ട്സിൻ്റെ എന്നല്ല, വലിയ വലിയ മെൻറ്റേഴ്സിൻ്റെതായാലും ഒരാളെ സജഷൻസ് കേട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സണൽ ഗോള്, നിങ്ങളുടെ ഇൻകം ഇതും കൂടി നോക്കിയിട്ട് കറക്റ്റായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക. ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു 5 കൊടുക്കാം. ഗോൾഡ് എപ്പോഴും സേഫ് ആണ്, നല്ലൊരു അസറ്റ് ആണ്. ബട്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും കൂടെ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, ഡൈവേഴ്സിഫിക്കേഷൻ. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. മന്ത്ലി ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. 8 കൊടുക്കാം. കാരണം നല്ലൊരു ബഡ്ജറ്റ് പ്ലാൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻകം എക്സ്പെൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സൈഡ് ഇൻകം ഉണ്ടാക്കുന്നത്. 8 ഔട്ട് ഓഫ് 10. നിങ്ങൾക്ക് തന്നെ അറിയാം, പെട്ടെന്ന് നിങ്ങളെ ജോബൊക്കെ ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു എക്സ്ട്രാ ഇൻകം കൂടി ഉണ്ടാവുന്നത് എന്തുകൊണ്ട് സേഫാണ്, ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം. കാരണം നിങ്ങൾ ഇൻകം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ട് അതിനെ വളർത്താൻ കൂടി പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളും കൂടി പഠിക്കേണ്ടതുണ്ട്. എങ്കിലേ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സക്സസ് ആവാൻ പറ്റുള്ളൂ.